ഞാൻ നിലവിൽ ഖത്തറിലാണുള്ളത്. അതെ അതെ അതെ. ഓക്കെ ഞാൻ യുഎയിലാ ഉള്ളത്. ഓക്കെ, ഫൈൻ ഫൈൻ. നമുക്ക് നമ്മളെ അസി- സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഷാർപ്പ് ഓക്കെ. 5:35 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ടൈം ആയിട്ടുണ്ട്. 1 മിനിറ്റ്. ഓക്കെ ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. ഇങ്ങനത്തെ ഒരു ഗ്യാതറിങ്ങിന് ഇവിടെ എത്തിയ എല്ലാവർക്കും വളരെയധികം സന്തോഷം. ഇതൊരു ഇനീഷ്യൽ സ്റ്റേജ് ആണ്. നമ്മളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ കൂടിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഉള്ളിൽ ഉണ്ടാവും. എന്തൊക്കെയാണ്, ഞാൻ ഓഡിബിൾ അല്ലേ? ഒരു തംസപ്പ് തരണേ. ഓഡിബിൾ ആണെങ്കിൽ ഒരു തംസപ്പ്. നിങ്ങൾ തരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. യെസ്, താങ്ക് യു. അപ്പോ ഇന്ന് ഇന്ന് ഈ ജേണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എന്താണ് ഈ ജേണി എന്നുള്ളത് ഒരുപാട് പേരുടെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെ കുറിച്ച് പറയാം. എൻ്റെ പേര് മുഹമ്മദ് നജ്മുദ്ദീൻ ആണ്. ഞാൻ ഖത്തറിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഞാനൊരു ബിസിനസ് ഡെവലപ്മെന്റ് മാനേജറായി വർക്ക് ചെയ്യാണ്. ഇപ്പോൾ നിലവിൽ ഓഫീസിൽ ഇരുന്നിട്ടാണ് ഈ സെഷൻ എടുക്കുന്നത്. അപ്പോൾ ഓഫീസിൽ ഇരുന്നിട്ട് ഈ സെഷൻ അത്ര പ്രാധാന്യം കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനൊരുപാട് കാരണങ്ങൾ ഉണ്ടാവില്ലേ? അപ്പോൾ ഞാൻ എൻ്റെ ഒരു ലൈഫ് ലെസൺ കണ്ടിട്ടാണ് ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ വളരെ സാധാരണ ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളാണ്. ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്തിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് ലെസൺസ് എൻ്റെ ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഫാമിലിയിലുള്ള ആളുകൾ തന്നെയാണ് ഈ സെഷനിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. ഞാൻ എൻ്റെ സറൗണ്ടിങ്ങിലുള്ള ആളുകൾക്ക് മാത്രമായിട്ടാണ് ഈ സെഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം എൻ്റെ ഉള്ളിലുള്ള ഒരു ഡ്രീമും കൂടിയിട്ടാണ് ഞാൻ ഗ്രോ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഉള്ള ആളുകളും ഗ്രോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതാണ് ഇനീഷ്യൽ സ്റ്റേജിൽ എൻ്റെ കൂടെ ഉള്ള ഒരു ആഡോ ഒന്നും ഞാൻ ഇതിൻ്റെ കൂടെ കൂട്ടിയിട്ടില്ല. പക്ക ജെന്യുവിനായിട്ട് എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ കൂടെ ഉള്ള ആളുകൾ, എൻ്റെ കൊളീഗ്സ്, എൻ്റെ സ്കൂൾ മേറ്റ്സ്, എൻ്റെ പല പല സെഷനിലെ ഇപ്പം അനസാറൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അനസാറൊക്കെ പല സെഷനിലുള്ള ആളുകളാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു 29 ഇയേഴ്സിൻ്റെ ജേണിയിൽ എൻ്റെ കൂടെ കൂടിയ, എന്നെ വിശ്വസിക്കുന്ന ആളുകൾ മാത്രമാണ് ആ കമ്മ്യൂണിറ്റിയിലുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് ആ കമ്മ്യൂണിറ്റി അത്ര ക്ലോസ്ഡ് ആയിട്ട് വെച്ചു എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു പർപ്പസ് ഉണ്ട്. എവ്രിബഡി ഈസ് ലിവിങ് ത്രൂ ദെയർ ഓൺ പർപ്പസ്. നമ്മളെല്ലാവർക്കും ഈ ജീവിതത്തിൽ പർപ്പസ് ഉണ്ട്. ഇവിടെ ഒരാളും വെറുതെ ജനിക്കുന്നില്ല എന്നുള്ളതാണ്. ഓരോ ഒരാൾ ജനിക്കുമ്പോഴും അവർ ഇവിടുന്ന് ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ അവർക്ക് ഇവിടെ എന്തൊക്കെയോ ബാക്കി വെക്കാനുണ്ട്. ആ ബാക്കി വെക്കലിന്റെ ഭാഗമായിട്ടുള്ള ഒരു സെഷനാണ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ എൻ്റെ ലൈഫ് ജേണിയിൽ ഒരുപാട് ചലഞ്ചസ് ഞാൻ ഫേസ് ചെയ്തു. അതിൽ നിന്നൊക്കെ ഒരുപാട് പാഠങ്ങൾ ഞാൻ ഉൾക്കൊണ്ട് മുന്നോട്ട് പോയി. അപ്പോൾ ആ ഒരു ചലഞ്ചസ് ഞാൻ ഫേസ് ചെയ്തത് ഇനി കണ്ടിന്യൂസ് ആയിട്ട് വേറെ ആളുകൾക്ക് വരുന്നത്, ഒരു പക്ഷേ എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ആ ഒരു ബ്ലെസ്സിങ് മൊമെന്റ് ആണ്. എനിക്ക് അങ്ങനെ ചലഞ്ചസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഐ ബിലീവ് ദാറ്റ് മൈ ബ്ലെസ്സിങ്സ് അത് കിട്ടിയോണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനും ഇങ്ങനെ എന്നെ കുറിച്ച് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയാനും എനിക്കൊരു അവസരം കിട്ടിയത് അങ്ങനത്തിലുള്ള ചലഞ്ചസ്, ആ ബ്ലെസ്സിങ്സ് എൻ്റെ ലൈഫിൽ ഉണ്ടായതുകൊണ്ടാണ്. അപ്പൊ ഇന്ന് ഈ ഒരു ജേണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതുകൊണ്ട് എൻ്റെ ഉള്ളിലുള്ള എൻ്റെ ആ ഒരു നിയത്ത്, എവറിത്തിങ് സ്റ്റാർട്ടിങ് ഫ്രം ദ ഇന്റൻഷൻ. ആസ് എ ഖുറാനിക് വേർഡ് വി ഹാവ് ടു സേ ദാറ്റ് ഇന്നമൽ ആമാല ബിന്നിയ. എല്ലാതും ഓരോ ഇന്റൻഷൻ ത്രൂ ആണ് നടക്കുന്നത്. അപ്പൊ ആ ഇന്റൻഷന്റെ പ്യൂരിറ്റി എന്ന ഒരു സ്ഥിതിക്കാണ് ഇന്ന് ഈ ഒരു സെഷൻ ഇവിടെ വളരെ ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇത് പെയ്ഡ് ആണോ എന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ പെയ്ഡ് ആണ്. ഞാനിതൊരു പെയ്ഡ് വേർഷൻ എന്നതല്ല ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്നെ വിശ്വസിച്ച് വന്ന ആളുകൾക്ക് എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ബേസിക്കലി വളരെ സാധാരണ ഫാമിലിയിൽ നിന്നൊരു ആള് വരുന്നു. അയാള് ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്ത് ഇന്നൊരു സ്റ്റേജിലെത്തുമ്പോൾ ഹി ഹാവ് ടു കോൺട്രിബ്യൂട്ട് സംതിങ് ഫോർ ദ സൊസൈറ്റി. അപ്പോൾ സൊസൈറ്റിക്ക് കൊടുക്കുക, ആ ലെഗസി ഇവിടെ കൊടുക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇന്ന് ഈ ഒരു സെഷൻ. അതിൽ ഫിനാൻസ്, ഒരാളുടെ ലൈഫിലെ 7 കാറ്റഗറീസ് ഓഫ് ലൈഫ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് ഫൈനാൻസ്. അപ്പോൾ ഫൈനാൻസിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് അതൊരു പഠിക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണ്.
അവിടെ ഫൈനാൻസിനെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ഏതൊരു സാധാരണ ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാൾക്കും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ എൻ്റെ ലൈഫിൽ എടുത്തു നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് ഞാൻ നോ പറഞ്ഞിട്ടുണ്ട്. ആ നോ പറഞ്ഞത് എൻ്റെ ലൈഫിനെ എന്നെ ബ്യൂട്ടിഫുൾ ആക്കാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ആ നോ പറയുന്നത് എവിടുന്നാത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ക്ലാരിറ്റി ഉണ്ട്. ഒരു ക്ലാരിറ്റിയിൽ നിന്നാണ് ആ നോ പറയുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആ ക്ലാരിറ്റിയാണ് ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനൊരു ഫിനാൻഷ്യൽ എക്സ്പേർട്ടോ അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് മേഖലയിൽ ഒരു ഗ്രാജുവേറ്റോ അല്ലാത്തത് കൊണ്ട് എൻ്റെ കൂടെയുള്ള ഒരാളെയാണ് ഞാൻ അതിന് ആ ഒരു സെഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത്. എങ്കിലും എൻ്റെ ഒരു പേഴ്സണൽ ഫൈനാൻസ് മേഖലയിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരുപാട് പേര് ആളുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഫൈനാൻസ് മേഖലയിൽ 50-30-20 റൂള് എന്നൊക്കെ. പക്ഷെ ഒരുപാട് സാധാരണക്കാർ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. 50% എക്സ്പെൻസ്, 30% സേവിങ്സ്, 20% ഇൻവെസ്റ്റ്മെന്റ്. എന്നാൽ ഒരു സാധാരണ ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള ഫോർമുലകൾ ഭയങ്കര ചലഞ്ചിങ് ആവും. അവിടെയാണ് യുണീക്ക് ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള യുണീക്ക് ഫൈനാൻഷ്യൽ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ് ഫൈനാൻഷ്യൽ കാര്യങ്ങൾ. ഫൈനാൻഷ്യൽ ആയിട്ട് ഏൺ ചെയ്യുന്നതോടൊപ്പം തന്നെ സ്പെൻഡ് ചെയ്യുമ്പോഴും വി ഷുഡ് ഹാവ് ദ പർപ്പസ്. സ്പെൻഡിങ് പർപ്പസ് ഉണ്ടാവണം. എന്തിനാ ഞാൻ പൈസ കൊടുക്കുന്നത്, എന്തിനാ ഞാൻ ഏൺ ചെയ്യുന്നത്, എന്തിനാണ് ഞാൻ വെൽത്ത് ആഗ്രഹിക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മളുടെ ജീവിതമൊക്കെ മുന്നോട്ട് പോകുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് മാജിക് ഗ്രോത്ത് മാസ്റ്ററിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻ ആണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എങ്കിലും ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഗോ ത്രൂ ചെയ്യേണ്ടതുണ്ട്. ബേസിക് കാര്യങ്ങൾ നമ്മൾ ഇവിടെ പഠിച്ചു പോകേണ്ടതുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് ഈ ഭൂമിയിൽ ജനിച്ച എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ലെഗസി ത്രൂ ആണ് ഈ ജേണി പോവുക എന്നുള്ളതാണ്. നമ്മളെ ഗ്രൂപ്പ് ഒരുപാട് സെഷൻസുകൾ കണ്ട് നിറയും. ഒരുപാട് ആളുകളുടെ ഓപ്പർച്യൂണിറ്റികൾക്ക് വേണ്ടി നിറയുന്ന ഒരു വേദിയാക്കി മാറ്റാനാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു 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 ടീം, ഒരു ഒരു ഫാമിലി എൻ്റെ കൂടെ ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് പേഴ്സണലി ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരുപാട് ആളുകൾ ആ ഒരു പർപ്പസിലേക്ക് ഒരു ഒരു മിന്നാമിനിങ് അതിൻ്റെ ബ്യൂട്ടി കാണിക്കുന്നത് അതിൻ്റെ ഒരു അതിന് കിട്ടിയ ജന്മസിദ്ധാന്തമായിട്ട് അതിന് കിട്ടിയ ഒരു വെളിച്ചമുണ്ടല്ലോ, ആ വെളിച്ചമാണ് അതിൻ്റെ അട്രാക്ഷൻ. അപ്പൊ ആ വെളിച്ചം കാണുന്നതോടുകൂടി മറ്റുള്ള മിന്നാമിനികളൊക്കെ അതിലോട്ട് അട്രാക്റ്റ് ആവും. അതുപോലെ ഇവിടെ ആ ഒരു പർപ്പസ് അലൈൻ ചെയ്യുന്ന മുഴുവൻ ആളുകളും ഇവിടെ വരും എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ആ ഒരു സറണ്ടറൻസ് അവിടെ സറണ്ടറൻസ് ഫിനാൻസ് പാർട്ടിലൊക്കെ സറണ്ടറൻസ് എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് ഡിസ്കസ് ചെയ്യേണ്ട മേഖലയാണ്. അപ്പൊ പേഴ്സണലി ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ അത്തരത്തിൽ ചെയ്യാറുള്ള ഒരാളാണ്. വളരെ സാധാരണ ഫാമിലിയിൽ നിന്ന് വന്ന ഒരാൾ എന്ന സ്ഥിതിക്ക് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ടതുണ്ട്. അവിടെ എന്താണ് ഫിനാൻഷ്യൽ സറണ്ടറൻസ്? അതൊരു വലിയൊരു ടോപ്പിക്കാണ്. ഫിനാൻഷ്യൽ സറണ്ടറൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പൊ ഞാനിവിടെ ഖത്തറിൽ വന്ന ഒരു ചെറിയൊരു എക്സാമ്പിൾ എടുക്കാം. എൻ്റെ കയ്യിൽ ഒരു രൂപ ഇൻകം പോലും ഇല്ലാത്തൊരു ടൈമിലാണ് ഞാൻ ഖത്തറിൽ എത്തിയത്. ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ആ സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. എൻ്റെ ഉപ്പ ഒരു ഫോണിൽ ആ ഒരു എമൗണ്ട് എഴുതി വെച്ചത്. ഇറ്റ്സ് വെരി വെരി ഇമോഷണൽ ഫോർ മീ. അത്തരത്തിലുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലെസണിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എനിക്ക് എവിടുന്ന് കിട്ടിയത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഉപ്പയിൽ നിന്നാണ് എനിക്ക് ആ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കിട്ടിയത്. അവിടെ ഞാൻ സറണ്ടേർഡ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ എൻ്റെ ഉപ്പ ആ ഒരു സ്നേഹം എന്ന ടോപ്പിക് ഉണ്ടല്ലോ അതിൽ സറണ്ടേർഡ് ആയിരുന്നു. ആ സ്നേഹം എന്ന ടോപ്പിക്കിൽ നിന്നാണ് എൻ്റെ കയ്യിലിരുന്ന് എൻ്റെ ഉപ്പ ചെറുപ്പം മുതലേ ഉപ്പാടെ മുഴുവൻ എമൗണ്ട് എൻ്റെ ഈ കയ്യിലായിരുന്നു കൊടുന്നു വെച്ചിരുന്നത്. അതൊരു വിശ്വാസമാണ്, അതൊരു ട്രസ്റ്റാണ്. ആ ട്രസ്റ്റാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വേണ്ടത്. ആ ട്രസ്റ്റ് എവിടുന്നാ കിട്ടുക എന്നുള്ളത് അത് വേറൊരു ടോപ്പിക്കാണ്, ഞാൻ അതിലോട്ട് പോകുന്നില്ല. അപ്പോൾ ഫിനാൻഷ്യൽ ഏണിംഗ് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അവിടെയാണ് എങ്ങനെ ഏൺ ചെയ്യണം. ഒരാള് ഒരു എമൗണ്ട് ഉണ്ടാക്കുക. ഇവിടെ ബേസിക്കലി നമ്മളൊരു മണി ഓറിയന്റഡ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഒരു എമൗണ്ട് നമ്മളുടെ ലൈഫിലോട്ട് വരുമ്പോൾ എങ്ങനെ ഏൺ ചെയ്യണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് സ്പിരിച്വൽ ടേംസിൽ ഇസ്ലാമിക് തിയറിയിൽ പറയും ബർക്കത്തുള്ള മണി എന്നൊക്കെ പറയും.
വേറെ ടേംസിലാണെങ്കിൽ വേറെ രീതിയിൽ പറയും. അപ്പൊ എങ്ങനെ എമൗണ്ട് ഏൺ ചെയ്യണം എന്നുള്ളത് അത് വളരെയധികം സ്പെസിഫിക് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ എങ്ങനെ ഈ ഒരു എനർജി എങ്ങനെ പാസ് ചെയ്യുന്നു എന്നുള്ളത് വളരെയധികം സ്പെസിഫിക് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക് കൂടിയാണ്. അപ്പൊ അത്തരത്തിലുള്ളത് എൻഡ് ടു എൻഡ് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്ന സെഷൻസ് കമ്മിങ് ത്രൂ വരുന്നുണ്ടാവും. അതുപോലെ തന്നെ അതിന്റെ അഡ്വാൻസ് ലെവലിൽ നമ്മൾ പോകുന്നുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജേണിയാണ് നമ്മൾ ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. നിങ്ങളുടെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ അറിയിക്കുന്നതോടൊപ്പം എനിക്ക് ഇങ്ങനെ വന്ന് ഇവിടെ സംസാരിക്കാൻ എന്നെ പാകപ്പെടുത്തിയ എൻ്റെ ഗുരുക്കന്മാര്, ഒരുപാട് ഗുരുക്കന്മാർ എനിക്കുണ്ട്. പേഴ്സണലി എൻ്റെ കൂടെ ചേർന്ന ഒരുപാട് ആളുകള്, ഒരുപാട് ലൈഫ് ജേണികള്, ഒരുപാട് മനുഷ്യന്മാർ, ഇപ്പൊ ഇരിക്കുന്ന നിങ്ങളെപ്പോലെയുള്ള സൂമിൽ ഇന്ന് കയറിയ എന്നെ വിശ്വസിച്ച്, എന്നെ അല്ല എന്നിലൂടെ വേറെ പല ആളുകളെയും നിങ്ങൾ വിശ്വസിച്ച് ഇവിടെ എത്താൻ എനിക്ക് പ്രാപ്തമാക്കിയ എൻ്റെ സാഹചര്യങ്ങൾ, എൻ്റെ സറൗണ്ടിങ്സ്, എൻ്റെ ടൈം, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ആ ഒരു കളക്റ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എല്ലാത്തിനോടും ഒരു മനുഷ്യനായി, ഒരു 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 മണ്ണിൽ നടക്കുന്ന ഒരു മനുഷ്യനായി ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ ഇവിടെ പറയാണ്. നിങ്ങളാണ് ഈ ഒരു ജേണിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മളുടെ പ്രാക്ടിക്കൽ സെഷൻ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ ഒരിക്കലും ഇവിടെ ഒരു തിയറി ബേസ്ഡ് ആയിട്ടല്ല ഈ ജേണി പോവുക. ഓഫ് കോഴ്സ് തിയറി അല്ല, തിയറി നമ്മൾ അറിയുന്നതോടൊപ്പം തന്നെ പ്രാക്ടിക്കൽ, എങ്ങനെ ഇത് പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റ് ചെയ്യാം, എങ്ങനെ ഇത് ലൈഫിൽ ഒരു പ്രൊഡക്റ്റീവായിട്ട് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് കൊണ്ടുപോകാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമ്മളുടെ സെഷൻ ഗോ ത്രൂ ചെയ്യുക. ഇവിടെ റിയൽ ലൈഫ് എക്സാമ്പിൾസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അത്തരത്തിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജേണിയാണ്. ഇവിടെ എല്ലാവർക്കും, ഇവിടെ വന്ന മുഴുവൻ ആളുകൾക്കും ഹൃദയത്തിന്റെ ഏറ്റവും അങ്ങേ തട്ടിൽ നിന്നുള്ള സ്വാഗതം നേരെയാണ്. നിങ്ങളുടെ ഈ ഒരു ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൈം ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് തന്നതിന് സന്തോഷം. തീർച്ചയായും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്കുള്ള വളരെ മനോഹരമായ ഒരു ദിവസമായി മാറട്ടെ. നിങ്ങളുടെ ഈ സമയം നിങ്ങളെ ജീവിതത്തിൽ അടയാളപ്പെടുത്താൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു ലൈറ്റ് ആയി മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഇനി നമ്മളുടെ പ്രാക്ടിക്കൽ സെഷനിലോട്ട് കയറാം. എല്ലാവരും അതിനു വേണ്ടിയിട്ടാവും ആഗ്രഹിക്കുന്നുണ്ടാവുക. ഫാസിൽ ഇവിടെ എത്തിയിട്ടുണ്ടോ? ഇവിടെയുണ്ട്, ഫാസിൽ, റെഡിയാണ്. ഓക്കെ ഫൈൻ. അപ്പൊ ഞാൻ ഫാസിലിനെ ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഫാസില്, ഞാൻ ഖത്തറിൽ വർക്ക് ചെയ്യുന്നത് ദോഹ കമ്പ്യൂട്ടർ എന്നുള്ള ഒരു കമ്പനിയിലാണ്. ഇവിടെ ബിസിനസ് ഡെവലപ്മെന്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഖത്തറിൽ വന്നപ്പോൾ എൻ്റെ കൂടെ എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ ഒരേ സറൗണ്ടിങ്സ്, ഒരേ എനർജിയിൽ, നമ്മൾ സിനർജി എനർജി എന്നൊക്കെ നമ്മൾ പല ആളുകളും കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു ഡിസിഷൻ എടുത്തപ്പോൾ ഞങ്ങളെ ലീപ്പിലുള്ള ലീഡർ ഹർഷദിനായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തു. എൻ്റെ ഫെസിലിറ്റേറ്റർ ആണ്. അപ്പൊ ഹർഷദ് എന്നോട് പറഞ്ഞത്, നജമുദ്ദീൻ, ദ പവർ ഓഫ് കൊളാബ്, അതിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കാൻ. അപ്പൊ ഞാൻ, എൻ്റെ മൈൻഡിലേക്ക് ആദ്യം വന്നത്, എനിക്ക് ഉറക്കത്തിലും വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളുണ്ട്, അതാണ് ഫാസിൽ. അപ്പൊ അത്തരത്തിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരാളും കൂടി ഞാൻ ഈ ജേണിയിൽ കൂടെ കൂട്ടുന്നുണ്ട്. അത് എങ്ങനെയാണ് അവനെ കണ്ടുമുട്ടി എന്നുള്ളതൊക്കെ മാജിക്കാണ്. അവന് കണ്ണൂരും ഞാൻ മലപ്പുറം ജില്ലയിലാണ്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു കമ്പനിയിൽ വെച്ച് കണ്ടുമുട്ടുന്നു. അവന് പനേഷ്യ കൺസൾട്ടിങ്ങിൽ അവിടുത്തെ ഫിനാൻസ് ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങളെ കമ്പനിയുടെ ഫിനാൻസിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവനാണ്. ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് ഒറ്റയ്ക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോവാറുണ്ട്. ആഫ്റ്റർ ജോബ് ഒരുപാട് ഒരുമിച്ചിരിക്കാറുണ്ട്. ഒരുപാട് ആഗ്രഹങ്ങൾ, ഇവിടെ അനസാറൊക്കെ പറയുന്നുണ്ടാവും, ആ ഒരു ടോപ്പിക് ഡ്രീമിനെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കാറ്. ഞങ്ങൾ എന്താവണം. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പ് വെച്ചപ്പോൾ അവനെ കൂടെ കൂട്ടണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരാളും കൂടിയാണ്. അപ്പോൾ ഞാൻ അവന് സർപ്രൈസ് ആയിട്ടാണ് ഈ ഒരു ഗിഫ്റ്റ് കൊടുത്തത്. ഇന്നലെയാണ് ഞാൻ അവനോട് പറഞ്ഞത്, ഫാസിലെ, നാളത്തെ സെഷൻ ഇജാണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ അവനക്ക് ഉണ്ടാവും. അപ്പൊ നിങ്ങളെല്ലാവരും അവന്റെ കൂടെ നിൽക്കുക. നമ്മളെല്ലാവരും ഒരുമിച്ച് ഗ്രോ ചെയ്യുന്ന ഒരു ജേണിയാണ്. ഇവിടെ ആരും ഒരാൾ മുന്നിലും ഒരാൾ ബാക്കിലും അല്ല. ഞാനും മുന്നിലല്ല, നിങ്ങളും മുന്നിലല്ല, നമ്മളെല്ലാവരും ഒരുമിച്ചാണ്.
അപ്പൊ ഒരുമിച്ച് ഗ്രോ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മളെപ്പോലെ ഒരാള് ഇന്ന് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുകയാണ്. അപ്പോൾ ഫാസിൽ ഒരുപാട് ആളുകൾക്ക് സെഷൻ എടുക്കുന്ന ഒരാളാണ്. പേഴ്സണൽ ഫൈനാൻസ് മേഖലയിൽ എൻ്റെ പേഴ്സണൽ ഫൈനാൻസ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അത്തരത്തിൽ എനിക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളെ മാത്രമേ ഞാൻ ഇവിടെ കൊണ്ടുവരുള്ളൂ. അപ്പൊ ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ, എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ഹെൽത്ത് കാര്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെ എൻ്റെ ഫൈനാൻസ് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ മൊത്തം ഫാസിലിനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഞാൻ ഇവിടെ വന്നതിന്റെ ശേഷം എല്ലാ കാര്യവും അവനെ ഏൽപ്പിച്ചു. അപ്പൊ അത്തരത്തിലുള്ള ഒരാൾക്ക് എന്താണ് ഇവിടെ പറയാനുള്ളത് എന്നുള്ളത് കുറച്ചും കൂടി പ്രൊഡക്റ്റീവായിട്ട് ഈ കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച ഒരാളാണ്. എനിക്കൊക്കെ ലൈഫ് എക്സ്പീരിയൻസേ ഉള്ളൂ, അവന് പഠിച്ച എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പൊ ആ രീതിയിൽ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ഇവിടെ ഫാസിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഫാസിലെ ഓക്കെ ആണോ? സ്ക്രീൻ ഷെയർ ചെയ്യണോ? അപ്പൊ ആ ഓക്കെ, ഫാസിലിനെ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ സ്വാഗതം ചെയ്യാണ്. ഫാസിൽ ക്യാമറ ഓൺ ചെയ്യുന്നുണ്ടോ? യെസ്. One second, one second. സ്ക്രീൻ കാണുന്നുണ്ടോ? കാണാം കാണാം. ഓക്കെ. ഓഡിയൻസിന് കാണുന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ. കാണുന്നുണ്ടെങ്കിൽ ഒരു കാണുന്നുണ്ടോ എല്ലാവർക്കും? ഒരു തംസ് അപ്പ് തന്നെ. യെസ്. ഓക്കെ. ഓക്കെ, അപ്പോ ഫാസിൽ, കൺഗ്രാറ്റുലേഷൻ, ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ഈവനിങ് ഓൾ. ആക്ച്വലി ഇതൊരു വല്ലാത്ത തരത്തിൽ സർപ്രൈസ് ആയിപ്പോയി. കാരണം ഇന്നലെ നൈറ്റ് ആണ് വിളിച്ചു പറയുന്നത് ഇങ്ങനൊരു ഞാൻ ചെറിയൊരു കുടുക്കിലുള്ളത്, അതുകൊണ്ട് ഇന്നത്തെ സെഷൻ ഹാൻഡിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ആക്ച്വലി നജ്മുദ്ദീൻ ഇത് ഏൽപ്പിച്ചത്. അപ്പം ഓവർ പ്രിപ്പയർ ചെയ്യാൻ ഒന്നും ടൈം കിട്ടിയില്ല. പിന്നെ എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥിതിക്ക് ഒരാൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം. അതുകൊണ്ടാണ് ആക്ച്വലി തുടങ്ങിയത്. അപ്പം ബേസിക്കലി എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഫാസിൽ, കണ്ണൂരാണ്. ACCA പ്രൊഫഷണലാണ്. കഴിഞ്ഞ 6 വർഷമായി പേഴ്സണൽ ഫിനാൻസ് കൺസൾട്ടിങ്ങിൽ വർക്ക് ചെയ്യുന്നു. അപ്പം ഞാൻ ഈ ഒരു മേഖല ചൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ബികോമിന് പഠിക്കുന്ന സമയം ഒരു യാത്രയിൽ ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു. ഒരു NRI. ഇപ്പൊ പുള്ളിക്കാരൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റി അദ്ദേഹത്തിനോട്. വീട്ടിലെ കാര്യങ്ങൾ നോക്കി, വീട് വെച്ചു, മക്കളെ പഠിപ്പിച്ചു, മക്കളെ കല്യാണം കഴിപ്പിച്ചു. അവസാനം ആ ഒരു ഏജ് ആയ സമയത്തും തിരിച്ചു പോകുന്ന സമയം അവർക്കുണ്ടാകുന്ന ഒരു പെയിൻ, അതെനിക്കന്ന് റിയലൈസ് ചെയ്യാൻ വേണ്ടി പറ്റി. ഞാൻ അതിന്റെ ഒരു റൂട്ട് കോസ് അന്വേഷിച്ചു, ഒരു പ്രൊജക്റ്റ് ചെയ്തു. അപ്പം അങ്ങനെയാണ് മനസ്സിലാക്കിയത്, നമുക്ക് പേഴ്സണൽ ഫിനാൻസ് എന്നുള്ള ഒരു മേഖലയിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിവില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഭയം കാരണോ മാറി നിൽക്കുന്ന ഒരു മേഖലയാണ്. ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്ന് ചിന്തിച്ച്, അപ്പം അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ജേണിയാണ്. ഇപ്പം ലാസ്റ്റ് 6 ഇയർ കൊണ്ട് ഓൾമോസ്റ്റ് 60-70യോളം ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. അപ്പം നമുക്ക് നേരെ സെഷനിലേക്ക് കടക്കാം. ആദ്യം തന്നെ എനിക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതിൽ എത്ര പേര് ജോബ് മന്ത്ലി ഏർണിങ്സ് ഉള്ള എത്ര ആൾക്കാരുണ്ടെന്ന് അറിയണം. ഏർണിങ്സ് പറയണ്ട, എത്ര ആൾക്കാർ ഒന്ന് ചാറ്റ് ചെയ്യാമോ? ഓക്കെ, ഓക്കെ, ഓക്കെ. ഓൾമോസ്റ്റ് ആളുകളും അപ്പം സാലറീഡ് പേഴ്സൺസ് ആണ്. ഓക്കെ, ഓൺലി ഗെറ്റ് സാലറി. ആരിഫ്ക. ഓക്കെ, ഓക്കെ. സോ അടുത്ത ചോദ്യം, ഇതിൽ എത്ര പേർക്ക് സാലറി കിട്ടി മാസം അവസാനം വരെ ആ ഒരു കിട്ടിയ സാലറി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മാസം പകുതി ആകുമ്പോഴേക്ക് അത് കാലിയാകുന്ന പോലെ ഫീൽ ചെയ്യലുണ്ടോ? ഒന്ന് എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യോ? നമുക്കൊരു സാലറി കിട്ടി, അത് എല്ലാ മാസം അവസാനം വരെ അടിപൊളിയാക്കിയിട്ട് നമുക്ക് ചെലവാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ.
ഓക്കെ, ഹാഫ് മന്ത് എം ടി പോക്കറ്റ്. ചില ആൾക്കാർക്ക് സാലറി അല്ലാതെ മാനേജ് ചെയ്യുന്നുണ്ട്, അത് ആക്ച്വലി പാസീവ് ഇൻകം ആയിരിക്കാം അല്ലെ? ഓക്കെ, എനിക്ക് കിട്ടിയ ഒട്ടുമിക്ക ആൻസേഴ്സും ഒന്നുകിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു പകുതി ആകുമ്പോഴേക്ക് നമ്മൾ റോളിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക് എല്ലാവരും പോകുന്നു. അതാണ് നോർമലി കണ്ടുവരുന്നത്. സോ നമ്മുടെ ജോബ് കിട്ടി ഒരു യൂത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ പൈസ എങ്ങനെ മാനേജ് ചെയ്യണം. നമ്മൾ കരുതും സാലറി ആണ് നമ്മുടെ എല്ലാം എന്ന് കരുതും. സാലറി എന്ന് പറയുന്നത് ഒരു ഘടകം മാത്രമാണ്. സാലറി അല്ലാതെ അതെങ്ങനെ മാനേജ് ചെയ്ത് ഒരു പ്രോപ്പർ ഫിനാൻഷ്യൽ ബിൽഡിംഗ് എങ്ങനെ സെറ്റ് ചെയ്യുന്നത് നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് പഠിക്കാം. സോ നമ്മുടെ സ്റ്റോറിയിൽ രണ്ടുപേരാ, മിസ്റ്റർ എ ആൻഡ് ബി. പുള്ളിക്കാരൻ ഒരാള് ക്രെഡിറ്റ് കാർഡ് യൂസ് ആയി, അതെങ്ങനെ സെറ്റിൽ ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അതിനു വേണ്ടി വേറെ ക്രെഡിറ്റ് കാർഡിന് ബാലൻസ് ട്രാൻസ്ഫർ ചെയ്തും റോൾ ചെയ്തും ഇൻ കേസ് അടച്ചിട്ടില്ലെങ്കിൽ പെനാൽറ്റി വരുന്നു, അതൊക്കെ ആലോചിച്ചിരിക്കുക. രണ്ടാമത്തെ പുള്ളിക്കാരനോ കൂളായി ഒരു ഹെൽത്ത് ഇൻഷുറൻസ്, എന്താ പറയാ, ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു, അത് ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളത് കാരണം കൂളായി അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റി പുള്ളിക്കാരൻ. സോ ഇവർ രണ്ടാളും തമ്മിൽ ഒരേ ജോബാണ് ചെയ്യുന്നത്, ഒരേ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്, സെയിം റോൾ. പക്ഷെ ഈ രണ്ടു പേരും ചെയ്ത ആക്ഷനിൽ എന്തോ ഒരു സംതിങ് ഡിഫറെന്റ് ഉണ്ട്. അതുകൊണ്ടാണ് ആക്ച്വലി ഈ ഒരു വലിയ ഡിഫറൻസ് വന്നത്. സോ ഡിഫറൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇൻകത്തിന്റെ ബേസ് ചെയ്തിട്ടല്ല, നമ്മുടെ ഹാബിറ്റ്സ് ആണ് നമ്മുടെ ആക്ച്വൽ ഡിഫറൻസ് മേക്ക് ചെയ്യുന്നത്. സോ നമുക്ക് സ്ട്രെസ് ആയി ജീവിക്കണോ അല്ലെങ്കിൽ കാം ആൻഡ് കമ്പോസ്ഡ് ആയി നമ്മുടെ ലൈഫ് ഹാപ്പി ആയിട്ട് ജീവിക്കണോ എന്നുള്ള തീരുമാനിക്കണം. സോ നമ്മൾ ഈ സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ എങ്ങനെ റിച്ച് ആകുക എന്ന കാര്യങ്ങളൊന്നുമല്ല, സിമ്പിളായി എങ്ങനെ ഫിനാൻഷ്യലി സേഫ് ആൻഡ് കോൺഫിഡൻസോട് കൂടി കാര്യങ്ങൾ ചെയ്യാം എന്നത് മാത്രമാണ്. സോ എന്താണ് ഫിനാൻഷ്യൽ ലിറ്ററസി? നിങ്ങളെ എല്ലാവരും ഒന്ന് ചാറ്റ് ചെയ്യോ? നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഫിനാൻഷ്യൽ ലിറ്ററസി? എങ്ങനെയാണ് നിങ്ങൾ പൈസ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിനെ കാണുന്നത് എന്ന്? ഒരുപാട് യൂട്യൂബിലും പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവുമല്ലോ ഫിനാൻഷ്യൽ ലിറ്ററസി, പേഴ്സണൽ ഫിനാൻസ് എന്ന് പറഞ്ഞിട്ട്. എല്ലാവരും ഒന്ന് അവരവരുടെ റെസ്പോൺസ് അറിയിച്ചാൽ നല്ലതായിരുന്നു. ഹൗ ടു സ്പെൻഡ് ആൻഡ് സേവ് മണി, നോ ഐഡിയ. സോ ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറഞ്ഞാൽ സിമ്പിളായി നമ്മൾ ഏൺ ചെയ്യുന്ന പൈസ എങ്ങോട്ടാണ് പോകുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഏൺ ചെയ്യുന്ന പൈസയിൽ നമുക്കൊരു കൺട്രോൾ ഉണ്ടോ, അതുപോലെ തന്നെ ആ ഏൺ ചെയ്യുന്ന എമൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് ഒരു എമർജൻസി സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അതുപോലെ തന്നെ ആ സാലറിയുടെയോ അല്ലെങ്കിൽ ഇൻകത്തിന്റെ ഒരു പോർഷൻ മാറ്റി വെച്ചുകൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നതാണ് സിമ്പിളായി പറഞ്ഞാൽ ഒരു പേഴ്സണൽ ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹൗ മച്ച് യു ഏൺ, ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ വിൽ യു മാനേജ്. നമ്മുടെ പൈസ എങ്ങനെ പ്രോപ്പറായി മാനേജ് ചെയ്യുക എന്നതാണ് കാര്യം. പൊതുവെ ഇവിടെയാണ് നമ്മൾ ഒരുപാട് 10-20-50 റൂൾ, ഇങ്ങനെ പല തരത്തിലുള്ള റൂൾസ്, 30-50-20 റൂളൊക്കെ യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് പഠിക്കുമ്പോൾ ഈസിയാണ്, പക്ഷെ നമുക്ക് ഓരോരുത്തരുടെ കാര്യത്തിലും ഡിഫറെന്റ് ആയിട്ടായിരിക്കും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടി വരിക. ഓക്കെ, അല്ലാതെ നമുക്ക് ഒരിക്കലും 20% സ്റ്റിക്ക് ഓൺ, 30% സ്റ്റിക്ക് ഓൺ അതൊരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. സോ ഒരു പുള്ളിക്കാരൻ നല്ല സാലറി ഉണ്ട്, ഒരു 15,000 റിയാൽ, 20,000 റിയാൽ സാലറി ഉണ്ട്, പക്ഷെ ഒരു ഡിസിപ്ലിനും ഇല്ല. സോ പുള്ളിക്കാരൻ പെടാൻ പോകുന്നത് ഒരു വലിയൊരു പ്രോബ്ലത്തിലേക്കാണ്.
എക്സാമ്പിൾ, നമുക്ക് സാലറി കൂടുന്നതിനനുസരിച്ച് പുതിയ ഫോൺ, കാറ്, അതുപോലെ തന്നെ ലക്ഷറി ഐറ്റംസ്, വാച്ച്, പെർഫ്യൂംസ്, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി നമുക്ക് കൂടുതലായി ടെൻഡൻസി വരാം. അതുപോലെ തന്നെ എക്സ്ട്രാ ബോണസ് കിട്ടി, നെക്സ്റ്റ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് വെക്കേഷൻ. അതുപോലെ എന്ത് പ്രൊഡക്റ്റ് കാണുന്നു, പേ ലേറ്റർ, 5 മാസം കൊണ്ട് അടച്ചാൽ മതിയല്ലോ, EMI ഇടും. പിന്നെ ഈ 5 മാസം ഇത് അടക്കേണ്ടത് എങ്ങനെയാന്ന് ആലോചിച്ചുള്ള സ്ട്രെസ് ആയിരിക്കും പിന്നെ ഉണ്ടാവുക. സോ ഏറ്റവും ബെറ്റർ ഡിസിപ്ലിൻ അപ്രോച്ച് എന്ന് പറയുന്നത്, നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സാലറി കിട്ടിക്കഴിഞ്ഞ ഉടനെ അതിന്റെ ഒരു പോർഷൻ സേവ് ചെയ്യുക. അത് സേവിങ്സ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ ഷെയർസിലോ എവിടെയാണോ വെച്ചാൽ ഒരു ഇൻവെസ്റ്റ്മെന്റ്സ് ആദ്യം തന്നെ മാറ്റി വെക്കുക. ബാക്കി എമൗണ്ട് സ്പെൻഡ് ചെയ്തോ, നോ പ്രോബ്ലം. അതുപോലെ തന്നെ ഇന്നത്തെ കാര്യം മാത്രം ആലോചിക്കാതെ ഒരു ചെറിയൊരു എമൗണ്ട് നമ്മൾ ലോങ് ടേമിനെ പറ്റിയും കൂടി തിങ്ക് ചെയ്യണം. ഇൻ കേസ് നമുക്ക് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അടുത്ത വർഷം ജോബ് ഇല്ലാണ്ടായാലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ഇപ്പോഴേ ആക്ച്വലി ചെറിയ രീതിയിൽ പ്ലാൻ ചെയ്യണം. സോ ഇതിന് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പ്രസന്റേഷൻ ഉണ്ടാക്കാൻ പറ്റിയില്ല ടൈം ബീയിങ്. ബട്ട് കുറച്ച് ടൂൾസ് ആണ് നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യുന്നത് എങ്ങനെ പ്രോപ്പറായിട്ട് ഫിനാൻഷ്യൽ മാനേജ് ചെയ്യണം എന്നുള്ളത്. അതിന് ഒരുപാട് ചെക്ക് ലിസ്റ്റ്സ് ഉണ്ട്, ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. പ്രൊഡക്ട്സിൽ തന്നെ കൂടുതലായിട്ട് നമുക്ക് വേണ്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇൻവെസ്റ്റ്മെന്റ്, ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്സ്. അതുപോലെ തന്നെ എന്താ പറയാ, ശരിയാ ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. അതുപോലെ ഇൻഷുറൻസ്. ഇപ്പം നാട്ടിൽ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഒരുപാട് ന്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. കിംസ് എന്ന് പറയുന്ന ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് നാട്ടിലുള്ള ചെറിയ ചെറിയ ഹോസ്പിറ്റൽസ് ഒക്കെ അക്വയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കിംസിനെ ഒരു US KKR എന്ന് പറയുന്ന ഒരു കമ്പനി അക്വയർ ചെയ്തു. അതുപോലെ തന്നെ മിംസ് ആണെങ്കിലും ഒട്ടുമിക്ക കമ്പനീസ് ഒക്കെ അക്വയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ത്യയിൽ അത്രയും വലിയൊരു ഹെൽത്ത് ഇൻഡസ്ട്രിയാണ് ബൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ പോലത്തെ ആൾക്കാർക്ക് അസുഖം വരും എന്ന് അവർ ഫോർകാസ്റ്റ് ചെയ്തു. അപ്പം നമ്മൾ നിർബന്ധമായി എടുത്തു വെക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് ഇന്നത്തെ കാലത്ത് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്. അപ്പം ഒരു അസുഖം വന്നാൽ മതി, നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങളും തകിടം മറിയാം. ഇവിടെ ആക്ച്വലി എൻ്റെ ലൈഫിൽ സംഭവിച്ച ഒരു കാര്യം എല്ലാം നമ്മളെ ലൈഫിൽ സംഭവിക്കുമ്പോഴാണല്ലോ നമുക്ക് കൂടുതലും കണക്ട് ആവുക. അങ്ങനെ എൻ്റെ ഫ്രണ്ടിന്റെ അമ്മക്ക് ഇതേപോലെ ഒരു ഇഷ്യൂ വന്നപ്പോൾ മിംസിൽ ഒരു 5-6 ദിവസം കിടന്നു. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് കിട്ടിയില്ല. അമൃത ഹോസ്പിറ്റലിലും ഇതേപോലെ തന്നെ ഒരു 7-8ഓളം ദിവസം കിടന്നു. ഓൾമോസ്റ്റ് 13 to 14 lakhs rupees 20 ഡേയ്സിനുള്ളിൽ ചെലവായി. ആ സമയം ഞാനും അവനും ആയിരുന്നു അവിടെ ഉണ്ടായത് ഹോസ്പിറ്റലിൽ. ആക്ച്വലി അന്നാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസിന് ഇമ്പോർട്ടൻസ് മനസ്സിലായത്. ഇന്നും അവന്റെ ഫാമിലി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു 8 വർഷത്തോളമായി. ഇപ്പോൾ ആ ഒരു എക്സ്പെൻസ് കംപ്ലീറ്റ്ലി റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല അവന്റെ ഫാമിലിക്ക്. അതേസമയം നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു പുള്ളിക്കാരൻ അമൃത ഹോസ്പിറ്റലിൽ വന്നു. ഇൻഷുറൻസ് ഒരു ഫാമിലി ട്രിപ്പ് പോലെ വന്നു. എന്താ പറയാ, സർജറി കഴിഞ്ഞു പോയി. അപ്പൊ ചോദിച്ചപ്പോ അവർക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു, കൂടുതലൊന്നും ബോധറാണ്ട് വന്നില്ല. സോ ഇതാണ് ആക്ച്വലി സംഭവിക്കുക. ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റൽ ബിൽ പേ ചെയ്യാൻ വേണ്ടി ഒന്നുകിൽ നമ്മൾ കയ്യിലുള്ള എന്തെങ്കിലും കാര്യം വിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ ബോറോ ചെയ്യും, പിന്നെ ജീവിതകാലം മുഴുവൻ കടക്കാരനായി മാറും. ഇൻഷുറൻസ് ഉള്ള ആളാണെങ്കിലോ നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻഷുറൻസ് കമ്പനി പേ ചെയ്യും, നമ്മൾ എമർജൻസി ഫണ്ട് സേഫായി. സോ ഹെൽത്ത് ഇൻഷുറൻസ് ഈസ് നോട്ട് നമ്മൾ മണി പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അതായത് ഹെൽത്ത് പ്രൊട്ടക്ഷൻ മാത്രമല്ല അവിടെ സംഭവിക്കുന്നത്. സോ ഇതുപോലെ തന്നെ എന്താ പറയാ, നമ്മൾ ഇമ്പൾസീവ് ബൈയിങ്, അതുപോലെ തന്നെ പ്രോപ്പർ ഫിനാൻഷ്യൽ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാതിരിക്കുക, അതുപോലെ ഇക്വിറ്റി, ഇന്ത്യയിൽ എന്താ പറയാ മ്യൂച്വൽ ഫണ്ട്സ്, SIP, ഇതേപോലെയുള്ള ചെറിയ ചെറിയ പ്രൊഡക്ട്സ് വഴി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ നമ്മളെ ഇന്നത്തെ സാലറി അല്ല നമ്മളെ ആക്ച്വലി ഫ്യൂച്ചറിനെ ഡിസൈഡ് ചെയ്യുന്നത്. ഒരു മണി ഹാബിറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ഒരു വലിയ വലിയ എന്താ പറയാ ബിഗ് തിങ്സ് ഒന്നും നമ്മളെ ലൈഫിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ചെറിയ ചെറിയ ലൈഫിൽ ചെറിയ ചെറിയ ചേഞ്ചസ് ചെയ്യുമ്പോൾ
അതിന്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. സോ അത് നജ്മുദ്ദീൻ ഇനി വരും ക്ലാസ്സുകളിൽ ഓരോ ടാസ്കുകളായി ഗ്രൂപ്പിലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഫൈനൽ ടേക്ക് വേ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക. ഇന്ന് തന്നെ ഡിസൈഡ് ചെയ്യാം നിങ്ങൾക്ക് നാളെ മുതൽ പൈസയുടെ കാര്യത്തിൽ ചെറിയ രീതിയിൽ എന്താ പറയുക ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരും. അതുപോലെ തന്നെ കിട്ടുന്നതിന്റെ ഒരു പോർഷൻ നമ്മൾ സേവ് ചെയ്തിട്ട് മാത്രമേ എന്താ പറയുക സ്പെൻഡ് ചെയ്യുന്നുള്ള ഒരു ദൃഢനിശ്ചയം ഇന്നു മുതൽ എടുക്കുക. അതുപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇത് ചെയ്യാം. ഒരു ദിവസം ചെയ്ത് 2 ദിവസം ചെയ്തിട്ട് കാര്യമില്ല. കൺസിസ്റ്റന്റ് ആയി ഓവർ ദ പീരീഡ് നമ്മൾ ഈ ഒരു ഡിസിപ്ലിൻ അപ്രോച്ച് ഫോളോ ചെയ്താൽ മിറാക്കിൾ ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുക. സോ സ്മോൾ ഹാബിറ്റ്സ് ടുഡേ ക്രിയേറ്റ് എ സ്ട്രെസ് ഫ്രീ ഫ്യൂച്ചർ ടുമോറോ. താങ്ക് യു. നജ്മുദ്ദീൻ, ഹലോ. യെസ്. താങ്ക് യു ഫാസിൽ. സ്ക്രീൻ ഷെയറിങ് ക്ലോസ് ചെയ്തോളൂ. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇന്നത്തെ ഒരു സെഷൻ നമ്മൾ ഈ സെഷൻ എടുക്കാൻ കാരണം നമ്മൾ മിഥ്യാധാരണകളല്ല ഇവിടെ ഡിസ്കസ് ചെയ്യണത്, ഒരുപാട് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ പേഴ്സണലി ഞാനൊരു ഒറ്റ മോനാണ്. ഒരാളുകൾക്ക് അറിയില്ലുണ്ടാവും, എനിക്ക് തോന്നുന്നു എൻ്റെ കുറെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒറ്റ മോനായതുകൊണ്ട് തന്നെ എനിക്ക് ഐ ഹാവ് ടു ഡു ദാറ്റ് റെസ്പോൺസിബിലിറ്റി. ആ റെസ്പോൺസിബിലിറ്റി അല്ല, എൻ്റെ ഉമ്മാനും ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ നോക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഹാപ്പി ഒരു നമ്മൾ ഒരു ബാധ്യത അല്ലല്ലോ. നമ്മളെ മാതാപിതാക്കളെ നമുക്ക് നോക്കുക എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും സൗഭാഗ്യം ചെയ്ത ഒരു കാര്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു മൊമെന്റുകളൊക്കെ എൻ്റെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ ഒറ്റ മോനാണ്, ഒരുപാട് കാര്യങ്ങളും ചെയ്യണം എന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും വളരെ ഇന്റൻഷൻ ബേസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ഒരു റിയൽ ലൈഫ് കാര്യങ്ങളാണ്. അപ്പൊ എൻ്റെ പേഴ്സണൽ ഫൈനാൻഷ്യൽ ഹാബിറ്റുകളും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു മന്ത്ലി സാലറി വന്നാൽ ഞാൻ ഫസ്റ്റ് ആലോചിക്കുക ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് എനിക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കണം, അങ്ങനല്ല. ഞാൻ ഒറ്റ മോനാണ്, എൻ്റെ ഇന്റൻഷൻ അതാണ്. എൻ്റെ ഉമ്മാനിപ്പാനും സേവ് ചെയ്യണം, ഞാനില്ലെങ്കിലും അവർക്ക് ഒരുപാട് ലോകം കാണാൻ പറ്റണം എന്നുള്ളതാണ് ഞാൻ അതിൽ ഏറ്റവും കോറായിട്ട് നോക്കാറുള്ളത്. അവർക്ക് ഫ്യൂച്ചറിൽ ഒരു കാര്യം ഉണ്ടായാൽ അവരാരെയും ഡിപ്പെൻഡ് ചെയ്യാതെ അവരുടെ കാര്യങ്ങൾ നടക്കണം. ദാറ്റ്സ് മൈ ഇന്റൻഷൻ. അപ്പൊ ആ രീതിയിലാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുള്ളത്. ഇവിടെ ഒരു പേഴ്സണൽ ഫൈനാൻഷ്യലിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സാധാരണ ആളുകൾ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു മന്ത്ലി ഇൻകം വന്നാൽ ഞാൻ ചെയ്യുന്ന കാര്യം അത് വരുന്നു. ഞാൻ സ്റ്റോക്ക്, അതുപോലെ തന്നെ കുറെ പ്രൊഡക്റ്റുകൾ ഉണ്ട്. ഇവിടെ ഫാസിൽ ഒരു ഇൻട്രൊഡക്ഷൻ തന്നത് ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ എവറിബഡി ഈസ് ഡിഫറെന്റ്. ഇവിടെ ഹെൽത്ത് ഇൻഷുറൻസിനെ അംഗീകരിക്കുന്ന ആളുകൾ ഉണ്ടാവാം, അംഗീകരിക്കാത്ത ആളുകൾ ഉണ്ടാവാം. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ, എല്ലാതും നല്ലതാണ്. എങ്കിലും നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളെ മക്കൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളെ പാർട്ട്ണർക്ക് വേണ്ടിയിട്ട്, നിങ്ങളെ അത്രയധികം അൺകണ്ടീഷണൽ, നമ്മളുടെ ഈ ഒരു കമ്മ്യൂണിറ്റി തന്നെ ലവിന്റെ ഏറ്റവും പീക്ക് കൊണ്ട് തുടങ്ങിയതാണ്. നിന്റെ കയ്യിൽ ഒരുപാട് പ്രസന്റേഷനും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ എൻ്റെ കയ്യിലുള്ളതെല്ലാം പുറത്തേക്ക് ഇങ്ങനെ തുറന്ന് കൊടുക്കണം എന്നുള്ള ആ ഒരു ഇന്റൻഷന്റെ ഭാഗത്തായിട്ടാണ് ഈ ഒരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതിൽ ഏറ്റവും കോറായിട്ടുള്ള മേഖലയാണ്. ഒരുപാട് പേര് ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജിലൂടെ പോകുന്ന ഒരു മേഖലയാണ്. അവിടെ ഞാൻ കുറെ ആ ഒരു ലവ് മേഖലയിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ കുറച്ചും കൂടി സ്ട്രക്ചറൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പോകണം. റിയൽ ലൈഫ് എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ഫിനാൻഷ്യലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്ത ഒരാളാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ട് നാളെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ എന്നോട് ചോദിക്കും, രജോ ഞാൻ എനിക്ക് ഒരുപാട് ലെസൺസ് തന്നില്ലേ, എന്നിട്ട് ഇജ്ജ് എന്താ അവിടെ കൊടുത്തത് എന്ന് ചോദിച്ചാൽ എനിക്ക് അവിടെ പറയാൻ എന്തെങ്കിലും വേണം. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സെഷൻ. വളരെ ബേസിക് സെഷനാണ്. ഹൗ ടു ഇൻവെസ്റ്റ് എന്നത് വളരെ വലിയൊരു ടോപ്പിക്കാണ്. അപ്പൊ അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല, എനിക്ക് അതിനുള്ള പ്രൊഡക്റ്റ് നോളജ് ഒന്നുമില്ല. ബട്ട് യു ഹാവ് ടു സ്പെൻഡ് മണി ഫോർ പർപ്പസ്, യു ഹാവ് ടു ഏൺ മണി ഫോർ പർപ്പസ്. അതിൽ
പർപ്പസ് ഓറിയന്റഡ് ആയിട്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഉണ്ടാക്കിയാലല്ലേ ഇത് സ്പെൻഡ് ചെയ്യാൻ പറ്റുക. അപ്പൊ പർപ്പസ് ഓറിയന്റഡ് ആക്കി പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കൽ കൂടി നിങ്ങൾ ഈ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അത്ര പോസിറ്റീവായിട്ട് എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുക അതിനു വേണ്ടി കൊടുക്കുക എന്നുള്ളത് ഈ ഭൂമിക്ക് കൊടുക്കുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റാണ്. അപ്പൊ അത്തരത്തിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് കൊടുക്കാൻ പാകപ്പെടട്ടെ എന്നും കൂടി എൻ്റെ പ്രാർത്ഥന ഉണ്ട്. നമുക്കൊരു 5 മിനിറ്റ്സ് കൂടി കഴിഞ്ഞിട്ട് നമുക്കൊരു Q&Aക്ക് പോവാം. അപ്പോൾ ലൈഫ് ലെസൺ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, എൻ്റെ ലൈഫ് ലെസൺസ് പറഞ്ഞു. എൻ്റെ ഒരു മണി ആദ്യം വരുന്നു, ഞാൻ അത് ഇൻവെസ്റ്റ് ചെയ്യാറാണ് പൊതുവെ. ഞാൻ അത് ഇൻവെസ്റ്റ് ചെയ്യും. ഇൻവെസ്റ്റ് ചെയ്ത് ബാക്കിയുള്ള എമൗണ്ടിന് ഞാൻ സ്പെൻഡ് ചെയ്യാറുള്ളത്. അപ്പൊ അതിന് പേഴ്സണലി ഞാൻ ആദ്യമൊക്കെ ഇനീഷ്യലി 50-30-20 റൂളൊക്കെ വളരെ കോറായിട്ട് ചെയ്തിരുന്ന ഒരാളായിരുന്നു. പിന്നെ ലൈഫ് സാഹചര്യങ്ങളൊക്കെ ഓരോരുത്തർക്ക് ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആണ് പിന്നെ അതിന് അക്കോർഡിംഗ്ലി ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്തൊരു ഇൻവെസ്റ്റ്മെന്റ് സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇവിടെ ഫാസിൽ ഫിനാൻഷ്യൽ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരു മോനായ എൻ്റെ ഒരു സ്റ്റോറി ഞാൻ അടുത്ത സെഷനിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വന്ന സ്റ്റോറി എന്താന്നുള്ളത്. അപ്പൊ ആ ഒരു മോനായ എന്നെ ഒരുപാട് ബിലീവ് സിസ്റ്റത്തിൽ നിന്ന് വളരെ സാധാരണപ്പെട്ട ഒരു ഫാമിലിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ അറിയാം എൻ്റെ ഫാമിലിയിൽ അങ്ങനെ ബിസിനസ്സുകാരോ അല്ലെങ്കിൽ അങ്ങനൊന്നും ഇല്ല. വളരെ സാധാരണ പെട്ട ഒരു ഫാമിലിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പൊ ആ ഫാമിലിയിൽ നിന്ന് വന്ന് എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ ലിമിറ്റിംഗ് ബിലീഫിനെ പൊട്ടിച്ചെറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. അപ്പൊ ആ പൊട്ടിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഹൃദയത്തിൽ നിന്ന് തുറന്നു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകും. ഇഫ് ഇതൊക്കെ കൊണ്ടടക്കുന്ന ആള് ഞാനല്ലല്ലോ, ഒരാളുണ്ട്. അപ്പൊ അയാൾ ആ ഒരു മൂഡിലാണ് ഞാനിവിടെ ജസ്റ്റ് ഇരിക്കുന്ന ഒരു മെറ്റഫർ ആയിട്ട് മാത്രമേ ഞാൻ എന്നെ കാണുന്നുള്ളൂ. അതിവിടെ പറയുന്നോണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല. ഇവിടെ ചെയ്യുന്നതൊന്നും നെജു അല്ല. നെജു എന്നത് ഒരു മെറ്റഫർ മാത്രമാണ്. ഐ എം എ ചാനൽ. ഐ എം ജസ്റ്റ് എ ചാനൽ. ഞാൻ ചാനലാണ്. എൻ്റെ ലൈഫ് ലെസൺസ് ഒക്കെ എനിക്ക് കിട്ടിയ ചാനലാണ്. ആ ചാനൽ ഇവിടെ കൊടുക്കാൻ മനസ്സ് തുറന്നിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഇവിടെ ഒരു ഇന്ററാക്ഷൻ മൂഡിലോട്ട് പോവാന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ബേസിക് ആയിട്ട്. ഞാൻ ഇവിടെ ഒരു PPT പ്രസന്റേഷനോ ഒന്നുമല്ല, ഇവിടെ ഹാർട്ട് ടു ഹാർട്ട് കണക്ഷൻ ആണ്. എൻ്റെ ഒരു ലിങ്ക് കണ്ടപ്പോൾ ഇവിടെ കയറിയ ആളുകളൊക്കെ ഹാർട്ട് ടു ഹാർട്ട് കണക്ഷൻ ആണ്. അവർക്ക് ഞാൻ തുറന്നു തരാൻ റെഡിയായി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു ജേണിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോവാം. യെസ്, നമുക്കൊരു 70 മിനിറ്റ്സ് ഉണ്ട്. കറക്റ്റ് ഷാർപ്പ് ടൈമിംഗ് ആണ്. ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നത് ടൈം. നമ്മളെ ടൈം നമ്മളെ കയ്യിലല്ല. അതാദ്യം നിങ്ങളെ ഉള്ളിൽ വറക്കട്ടെ. ജനിക്കുന്നതും നമ്മൾ ഇവിടുന്ന് പോകുന്നതും ഇറ്റ്സ് നോട്ട് ഇൻ അവർ ഹാൻഡ്. അത് നമ്മളെ കയ്യിലല്ല. നമ്മളോട് ചോദിച്ചിട്ടല്ല ആരും ഈ ഭൂമിയിലേക്ക് ഇങ്ങോട്ട് എത്തിച്ചിട്ടുള്ളത്. ഇവിടുന്ന് പോകുന്നതും നമ്മളോട് ചോദിച്ചിട്ടല്ല. അപ്പോൾ സമയം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ലൈഫിലെ എല്ലാ ഘട്ടത്തിലും. അത് എന്നെ വളരെയധികം പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യമാണ്. ഞാൻ അതിൽ ഒരുപാട് സറണ്ടറിങ് മോഡിലൂടെ പോകുന്ന ഒരാളോട് കൂടിയാണ്. അപ്പോൾ ആ ഒരു സമയത്തിന്റെ വാല്യൂ, നിങ്ങളെ സമയത്തിന്റെ വാല്യൂ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ ഒരു മിനിറ്റ് പോലും വെറുതെ ആവരുത് എന്നുള്ള ആ ഒരു ഡീപ്പ് ഇന്റൻഷനും കൂടിയുണ്ട്. അപ്പൊ നമുക്കൊരു Q&Aക്ക് പോവാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കാം. ഞാൻ അതിനുള്ള എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നുള്ള ആൻസർ തരാം. ഓക്കെ, നമുക്കൊരു ഹാൻഡ് റൈസ് ചെയ്യേണ്ടവർക്ക് ഹാൻഡ് റൈസ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ക്യാമറയുടെ ഉള്ളിൽ ഇങ്ങനെ രഹസ്യമായി ഇരിക്കാനാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ നടക്കട്ടെ. ക്യാമറ ഓൺ ചെയ്താൽ ഐ വിൽ ബി സോ ഹാപ്പി. അപ്പോൾ ക്യാമറ ഓൺ ചെയ്യുന്നതും സന്തോഷത്തോടു കൂടി നിങ്ങൾ ഓൺ ചെയ്യുക. നമുക്കൊരു ഇന്ററാക്ഷനിലോട്ട് പോവാം. നിങ്ങൾക്ക് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഇബ്രാഹിം സാർ ഇവിടെ ഉണ്ട്. ഇബ്രാഹിം സാർ എൻ്റെ പേഴ്സണൽ മെന്റർഷിപ്പ് എടുക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡും കൂടി ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. ഇബ്രാഹിം സാറ് ആ ഒരു സ്റ്റെപ്പ് എടുത്തതിന് ഐ റിയലി അപ്രിഷിയേറ്റ് ഫോർ യു. ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റട്ടെ. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ക്വസ്റ്റ്യൻസ് ഷൂട്ട് ചെയ്യാം. നമുക്കത് 1 by 1 ആയിട്ട് നമുക്കൊരു 5 ക്വസ്റ്റ്യൻസ് നമുക്ക് പോവാം. യെസ്, ഹാൻഡ് റൈസ് ചെയ്തോളൂ. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം.
ഒരു 19 പേര് ഇവിടെ ഉണ്ട്. അങ്ങനെ 2 പേരെ ഞാൻ ക്യാമറയിൽ കാണുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പോയോ? ഇവിടെ ഇല്ലേ ആരും? ഹലോ, ആരും ഇവിടെ ഇല്ലേ? ഷമീറത്ത് എങ്ങനെ ലൈക്കും കമന്റും തരുന്നുണ്ട്. ഷമീറത്താൻ അവിടെ കാണുന്നില്ല. ഷമീറത്തൊക്കെ തോന്നുന്നു CTCM-ന്റെ പ്രോഗ്രാമിലാവും. കൺഗ്രാറ്റ്സ്. അല്ലല്ല, നിങ്ങളെ പ്രോഗ്രാം ഇവിടെ ഉണ്ടാവുമ്പോ CTCL പോയില്ല. അതെ, താങ്ക് യു, നൈസ് പ്രസന്റേഷൻ ആയിരുന്നു. പിന്നെ ലീഡർ ഫാസിൽ ചോദിച്ച പോലെ സാലറി ഒക്കെ ജസ്റ്റ് സ്റ്റെപ്പ് ഓൺ ചെയ്യുന്നേ ഉള്ളൂ. ഇൻഷാല്ല സാലറി ഒക്കെ ആവട്ടെ. എന്നിട്ട് വന്നിട്ട് പേഴ്സണൽ മെന്ററിങ് തന്നെ എടുക്കുന്നുണ്ട്, എങ്ങനെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നൊക്കെ. ഇപ്പൊ ഇങ്ങനെ പുതിയാപ്ല തരുന്ന പൈസ മാനേജ് ചെയ്യണം, അതാണ് ഏറ്റവും വലിയ ചലഞ്ച്. അതും വലിയൊരു ചലഞ്ച് തന്നെയാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് തന്നെ ഞാൻ ജോയിൻ ചെയ്തത്. താങ്ക് യു സോ മച്ച്. അപ്പോ അതുകൊണ്ടാണ് ഡൗട്ട്സ് ഇല്ലാത്തത് കേട്ടോ. സെഷൻ ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഷമീർത്ത. ആർക്കെങ്കിലും എന്തെങ്കിലും പേഴ്സണൽ ഫിനാൻസ് എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇനി എന്തിനാണ് ഈ കമ്മ്യൂണിറ്റി എന്നൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആർക്കും ഇവിടെ ചോദ്യം ചോദിക്കാം. ഇവിടെ ആരും അകത്തോ പുറത്തല്ല, നമ്മളെല്ലാവരും ഒരുമിച്ചാണ്. യെസ്, ചോദിക്കാം. ഷാദിയ മാം, വെരി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഒരുപാട് കാലത്തിന് ശേഷമാണ് കാണുന്നത്. യെസ്. എന്നിരുന്നാലും നിങ്ങളുടെ സെഷൻസ് ഒക്കെ കേട്ടു, എനിക്ക് ഒരുപാട് സന്തോഷം. കാരണം ഫൈനാൻസ് ഞാനിപ്പോൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാധനം തന്നെ നിങ്ങളെ വാർത്ത ഒരുപാട് സന്തോഷം. നിങ്ങളെ റൂള് പറഞ്ഞല്ലോ, അവിടെ ഒരു ആക്റ്റീവായിട്ടല്ല അത് പറഞ്ഞത്, പാസീവായിട്ട് നിങ്ങൾ പറഞ്ഞത് ഒരു 20 വെച്ചിട്ട്. ആ റൂൾ എന്താന്ന് എനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കിട്ടിയാൽ നന്നായിരുന്നു തോന്നുന്നു. പിന്നെ ഫൈനാൻഷ്യൽ ലിറ്ററസി എന്നുള്ള വേർഡ് എന്താണ് ശരിക്കും? ഫൈനാൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാമ്പത്തികപരമായിട്ട്, ലിറ്ററസി എന്നത് അതിലേക്ക് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളതിന്റെ ലോജിക്ക് കണക്ട് ആയിട്ട് എന്റെ ബ്രെയിനിൽ കണക്ട് ആയിട്ടില്ല. അത് പറഞ്ഞുതരാൻ പറ്റുമെങ്കിൽ അതും കൂടെ നന്നായിരുന്നു. ഓക്കെ ഫാസിലെ, ഞാൻ ഉത്തരം പറയുന്നോ നീ പറയുന്നോ? അടിപൊളി സെക്ഷൻസ് ആയിരുന്നു കേട്ടോ, അടിപൊളി താങ്ക് യു സോ സെക്ഷൻസ് മച്ച്. ആയിരുന്നു. കാരണം മൈന്യൂട്ട് കാര്യങ്ങൾ നിങ്ങൾ സൂചിപ്പിച്ചു, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഫസ്റ്റ് എടുക്കേണ്ട സ്റ്റെപ്പ് എന്താന്ന് കിട്ടി. ഈ ഒരു സെക്ഷനിൽ നമുക്ക് എടുത്തപ്പോ ഒന്നാമത് ഞാൻ എങ്ങോട്ട് കാല് വെക്കണം എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെനിക്ക് കിട്ടി. താങ്ക് യു. രണ്ടുപേർക്കും താങ്ക് യു. ഓക്കെ, ഷാദിയ മാം ഇവിടെ ചോദിച്ചത് ഫൈനാൻഷ്യൽ ലിറ്ററസി. ഫൈനാൻഷ്യൽ ലിറ്ററസി എന്ന് പറഞ്ഞാൽ അതൊരു കടലാണ്, ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് എല്ലാവർക്കും ഫൈനാൻഷ്യൽ ആയിട്ടുള്ള നോളജ് ഉണ്ടാവും, നമ്മളുടെ ലൈഫ് ലെസൺ ആയിട്ട് കിട്ടുന്ന നോളജ് ഉണ്ടാവും. ചില ആളുകൾ പാരമ്പര്യമായിട്ട് കിട്ടുന്ന നോളജ് ഉണ്ടാവും, ചില ആളുകൾ പഠിച്ചെടുക്കുന്ന നോളജ് ഉണ്ടാവും. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ 50-30-20 റൂള് പറഞ്ഞു. 50-30-20 റൂൾ എന്ന് പറഞ്ഞാൽ 50% എക്സ്പെൻസ്. ഒരാൾക്ക് 100 രൂപ വന്നാൽ ഹി ഷുഡ് സ്പെൻഡ് മാക്സിമം 50. 30% ഹി ഷുഡ് സ്പെൻഡ് എന്നല്ല, അത് ഇൻവെസ്റ്റ് ചെയ്യാം. അത് ഇൻവെസ്റ്റ് ചെയ്യുക 20% നീഡിന് വേണ്ടി യൂസ് ചെയ്യുക എന്നുള്ള. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ കയ്യിലൊരു 100 രൂപ വന്നു, ഞാൻ ആദ്യം ചെയ്യുക എൻ്റെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നോക്കിയിട്ട് ഞാൻ അത് ഇൻവെസ്റ്റ് ചെയ്യാണ് ചെയ്യുക. ഇപ്പൊ യൂസഫ് അലി പറയുന്നുണ്ട്, നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് നിങ്ങൾ ജീവിക്കുക. നിങ്ങളെ വരുമാനത്തിന്, ആ വലിയൊരു വിസ്ഡാണത്. വരുമാനത്തിനനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയല്ല, അത് വളരെ ഹാബിറ്റ് ഓറിയന്റഡ് ആയിട്ട് ഡിസിപ്ലിൻ ആയിട്ട് പോകേണ്ട ഒരു മേഖലയാണ്. അപ്പൊ വരുമാനത്തിനനുസരിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് 100 രൂപ കിട്ടുന്നു, ഞാൻ ആദ്യം ചിന്തിക്കുക എന്താ, ഈ 100 രൂപ എന്ന് എത്ര എനിക്ക് മാറ്റിവെക്കാം. എൻ്റെ ഇപ്പോൾ എൻ്റെ ഫൈനാൻഷ്യൽ കോച്ചാണ് ഫാസിൽ, അവനാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എൻ്റെ എല്ലാ ഇൻവെസ്റ്റ്മെന്റും വിത്തിൻ ഫാസിൽ, എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ പോകുന്നത് 10th ആണോ എല്ലാ മാസവും? 10th കംപ്ലീറ്റ് ക്ലിയർ. യെസ്, എല്ലാ മാസവും. ഇവിടെ ഒരാളും ഞാൻ പേഴ്സണലി ഇവിടെ ഒരു ബ്ലാക്ക് മാജിക്കും കാണാൻ പോകുന്നത്. എൻ്റെ ലൈഫിൽ എന്താ നടക്കുന്നത് അതാണ് ഇവിടെ പറയുന്നത്. ഐ വാണ്ട് ടു ബി പാർട്ട് ഓഫ് മൈ ഇന്റഗ്രിറ്റി. അതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒരാളാണ്. ദാറ്റ്സ് നൺ ഓഫ് മൈ വാല്യൂ. എൻ്റെ ജീവിത ലെസണിൽ ഞാൻ പഠിച്ചുണ്ടാക്കിയതാണ്. പ്രിയപ്പെട്ട സെൻസി എൻ്റെ ഗുരുവാണ്. ഐ നെവർ കോംപ്രമൈസ് മൈ വാല്യൂ. നജീമുദ്ദീൻ, ഞാൻ ഒരു കാര്യം കൂടെ ഇടയട്ടെ. യെസ്, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഇത് 50% മാക്സിമം എക്സ്പെൻസ് ആണ് പറഞ്ഞത്. അതുപോലെ തന്നെ
മിനിമം ഇൻവെസ്റ്റ്മെന്റ് ആണ് 30%. 20%, 30% എന്ന് പറഞ്ഞാൽ മിനിമം ലെവലാണ്. ഉം. വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്യണം. പക്ഷെ എക്സ്പെൻസ് 50% കൂടാനും പാടില്ല. അതാണ് അതിന്റെ ഒരു ബ്യൂട്ടി. പക്ഷെ ഇത് ഡിപ്പെൻസ്, ഓരോ സിറ്റുവേഷൻസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എന്നാലും ഒരു യൂണിവേഴ്സലി എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് 50-30-20 റൂള്. ഈ നമ്മൾ 20% വരും ക്ലാസ് നീഡ് എന്ന് പറയുന്നതോ? നീഡ് എന്തായിരുന്നു? മീൻസ് 20% പറയുന്നുണ്ടല്ലോ. ഉം. നീഡ് അതെന്താ? നീഡ് മീൻസ് എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് ഫൈനാൻസ് ആയിട്ട് യാതൊരു കണക്ഷനും ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഓരോന്ന് എണ്ണിപ്പറക്കി ചോദിക്കുന്നത്. യെസ് യെസ് അത് പറഞ്ഞ യെസ്. ഫാസിൽ പറയുന്നുണ്ടോ? നീ പറയുന്നത് പറഞ്ഞോ? ഫാസിൽ പറഞ്ഞോളൂ. തേജ കുറച്ചും കൂടി അവർ കണക്ട് ചെയ്യാൻ പറ്റും. യെസ്. ഓക്കെ, ഒരു മിനിറ്റ്. സെഷൻ പോയോ? ഇല്ല ഇല്ല പറഞ്ഞോ. ഓക്കെ, നീഡ് എന്ന് വെച്ചാല് എന്താ പറയാ, 50% അറ്റ്ലീസ്റ്റ് നമുക്ക് നീഡ്സ് വാണ്ട്സ് എന്ന് പറയുമല്ലോ. പോയോ സെഷൻ? PPT ആണോ? ഇല്ല, ഓഡിയബിൾ ആണ്. ഓക്കെ ഞാൻ അല്ല, പറയാം. ഓഡിയബിൾ ആണ്. ഓക്കെ, എൻ്റെ നെറ്റ്വർക്ക് ഇഷ്യൂസ് വല്ലതും ഉണ്ടാവാം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? വോയിസ് ക്ലിയർ ആണ്. ഓക്കെ, ഞാൻ അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. 50-30-20 റൂൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാള് അവർക്ക് ഒരുപാട് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അയാളുടെ എക്സ്പെൻസ് 50%, അയാളുടെ റൂം റെന്റ് വരുന്നുണ്ടാവും അതില്, അതുപോലെ തന്നെ ഫുഡ് വരുന്നുണ്ടാവും, നോർമലി കുട്ടികളുടെ എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ബേസിക് കാര്യങ്ങൾ ഉണ്ടാവില്ലേ, ഇറ്റ് ഷുഡ് ബി 50%. എനിക്ക് 10 രൂപ ഉള്ളൂ, പക്ഷെ എൻ്റെ മോന് CBSE സ്കൂളിൽ പഠിക്കണം എന്ന് പറയുന്നത് അതൊക്കെ ഇതുമായി റിലേറ്റ് ചെയ്ത് ചിന്തിക്കേണ്ട വിഷയമാണ്. ഓക്കെ, അപ്പൊ ഈ എക്സ്പെൻസ് ഇതിൽ നിൽക്കണം. 30% എന്ന് പറയുന്നത് നീഡ്. ഇപ്പൊ മോനായിട്ട് ഭാവിയിൽ ഒരു വർഷം കഴിഞ്ഞ് ഒന്ന് ഊട്ടി പോകണം. മോൻ ചോദിക്കും, ഉമ്മ അക്കൊന്ന് ഊട്ടി പോണ്ടേ? അപ്പൊ ഉമ്മ ഊട്ടി പോയെന്നാ മോനെ എൻ്റെ കയ്യിൽ എമൗണ്ട് ഇല്ല. വി ഹാവ് ടു ഫോർകാസ്റ്റ് ദാറ്റ്. നമ്മൾ ഭാവിയിൽ ഒരു ഗോൾ സെറ്റ് ചെയ്ത് അതിലോട്ട് മാറ്റി വെക്കുന്നത്. ഇപ്പൊ ക്ലാരിറ്റി കിട്ടിയോ അതില്? സിമ്പിൾ ആയിട്ട് ഇപ്പൊ പറഞ്ഞാൽ 30% എന്റർടൈൻമെന്റ് വേണ്ടി മാറ്റി വെക്കണം. യെസ്, സിമ്പിൾ. ഓക്കെ, അവനവന്റെ 50 പേഴ്സണൽ എന്താ വെച്ചാൽ ഒരു നീഡ്സിനെ പേഴ്സണൽ ഫുൾഫിൽ ചെയ്യാൻ. ലെഷറിന് വേണ്ടിയിട്ട് 30%. അറ്റ്ലീസ്റ്റ് നമുക്കിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ 50% എന്ന് പറയുന്ന എമൗണ്ടിൽ വരാൻ പറ്റുന്ന എമൗണ്ട്, ഇപ്പൊ ഒരാൾക്ക് 1 ലക്ഷം സാലറി ഉണ്ട്. അപ്പൊ 50,000 കട്ട് ഔട്ട് ചെയ്യണം നമ്മളെ EMIs ഉണ്ടെങ്കിൽ, ഹോം ലോൺസ്, അതുപോലെ വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കുക. എന്നിട്ട് ഹൗസ് ഹോൾഡ് ഐറ്റംസും കംപ്ലീറ്റ് കാര്യങ്ങളും ഈ 50%-ൽ നിർത്തണം. ബാക്കി 30% നമുക്ക് ഈ വെക്കേഷന് വേണ്ടിയോ ഇങ്ങനെയുള്ള ആവശ്യത്തിന്, ഇപ്പം പുതിയ അപ്ഗ്രേഡ് ചെയ്യണം, ഫോൺ അപ്ഗ്രേഡ് ചെയ്യണം, ഇങ്ങനത്തെ ആവശ്യത്തിന് യൂസ് ചെയ്യാം. അറ്റ്ലീസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് സേവിങ്സിന് വേണ്ടി 20% നിർബന്ധമായിട്ട് മാറ്റി വെക്കണം. അതും എന്താ പറയാ, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് മാത്രമല്ല, പല ഡിഫറെന്റ് ഒരു 10-20 ക്ലാസ് ഓഫ് ഐറ്റംസ് ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ റിസ്കിനനുസരിച്ചിട്ട് പല സ്ഥലത്താക്കി നമുക്ക് ചെയ്യാം. അങ്ങനെയാണ്. ഓക്കെ, ഏകദേശം ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഓക്കെ, എനിക്ക് ആ പ്രിൻസിപ്പിൾ ക്ലിയർ ആയി. എന്റെ ഓക്കെ ലൈഫിൽ ഓക്കെ, നമുക്ക് അതെങ്ങനെ ചെയ്യാന്നുള്ള അതെ, താങ്ക് യു. ശരി, ഓക്കെ. ഞാൻ ഒരിക്കലും അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണം എന്ന് പറയില്ല കേട്ടോ. എവരിബഡി ഹാവ് യുണീക്ക് ഫിനാൻഷ്യൽ ഹാബിറ്റ്സ്. അപ്പൊ അതിൽ ആ രീതിയിൽ അത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അത് നല്ലൊരു ഒരാളായിട്ട് ഇരുന്നിട്ട് ആ ഒരു ഇപ്പോൾ പലതിലും നമ്മൾ ജീവിതമാണല്ലോ, ഇവിടെ മാജിക് ഒന്നും ഇല്ലല്ലോ. അപ്പൊ പല രീതിയിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അതാണ് ജീവിതവും. അപ്പൊ ആ രീതിയിൽ ഫ്ലെക്സിബിൾ ആയിട്ട് അതിനെ കാണുക എന്നുള്ളതും കൂടി ഇതിന്റെ പാർട്ടാണ്. 100% എല്ലാത്തിലും പല കാര്യങ്ങളും നമ്മളേതായ രീതിയിൽ നമ്മളെ ലൈഫിനനുസരിച്ച് ഞാൻ പേഴ്സണലി മാറ്റം വരുത്താറുണ്ട്. ഇതൊക്കെ എനിക്ക് പറഞ്ഞല്ലോ ഫാസിലാട്ടോ. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. യെസ്, ഷാദിയ മാം, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ക്വസ്റ്റ്യൻ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടോ? ഇപ്പോ സാലറിഡ് അല്ല, അതല്ലാതെ തന്നെ നമുക്കിപ്പോ വീട്ടമ്മമാരെ കയ്യിലും പൈസ വരുമല്ലോ നമുക്ക്. നമ്മളെ പേഴ്സണൽ എന്തെങ്കിലും നീഡ്സിനൊക്കെ ഉള്ള പൈസ, നമ്മളെ സേവിങ്സ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതിൽ നമ്മൾ എങ്ങനെ ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കൊണ്ടുവരാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെങ്ങനെ, അതൊന്ന് പറയൂ. സാലറീഡ് അല്ലെങ്കിലും ഫൈനാൻസ് എന്ന പാർട്ട്, കയ്യിലോട്ട് ക്യാഷ് വന്നാൽ അതെങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത്, അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.
അപ്പൊ അതിലും ഇതേപോലെ ഫ്യൂച്ചറിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, മക്കൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ രീതിയിൽ മാറ്റി വെക്കാം. എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ അതിലോട്ട് വെക്കാം. അല്ലെങ്കിൽ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണി മേക്ക് മണി എന്നാണ്. നമ്മൾ കുറേ കാലം ഇപ്പോൾ കേരള ഗവൺമെന്റിന്റെ ഒക്കെ ഇതുണ്ട്, എന്ത് പെൻഷൻ സ്കീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മന്ത്ലി ഓരോ എംപ്ലോയിയുടേക്കൊന്നും മേടിക്കുന്ന ഒരു എമൗണ്ട് ക്യുമുലേറ്റീവ് ചെയ്തിട്ട് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്ന പരിപാടിയാണ്. ഇത് സാധാരണക്കാർക്ക് നടക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അത് കൃത്യമായിട്ട് അത് പഠിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതൊരാൾക്കും അതിനെ മാസ്റ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് 40-ാമത്തെ വയസ്സിൽ റിട്ടയർ ആവണം, എൻ്റെ ഉപ്പാനൊപ്പം നടക്കണം, അവരൊക്കെ ഇങ്ങനെ ജോലിയായി നടക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ തന്നെ അതിന് വേണ്ടിയുള്ള പണി തുടങ്ങണം. അല്ലാണ്ട് 40-ാമത്തെ വയസ്സിൽ പോയിട്ട് എനിക്ക് എൻ്റെ ഉപ്പാനൊപ്പം നടക്കണട്ടാന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമില്ലല്ലോ. അപ്പൊ അവരുടെ ഹെൽത്തും കാര്യങ്ങളൊക്കെ അത് ആ രീതിയിൽ ഇപ്പൊ തന്നെ അതിനെ ആ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിന്റെ ഭാഗമായി പോകണം. അപ്പൊ ഷമീറത്താക്ക് അങ്ങനെ ഒരു ഇൻകം വരുന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് എവ്രി ഇൻവെസ്റ്റ്മെന്റ് ഷുഡ് ഹാവ് ഗോൾസ്. ആകാശത്ത് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എന്തിനാണ് ഞാൻ ഈ ഒരു 10 രൂപ മാറ്റി വെക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ ഈ 5 രൂപ മാറ്റി വെക്കുന്നത്, അത് അറിഞ്ഞിരിക്കണം. ഇപ്പം എനിക്ക് 10 വർഷം കഴിഞ്ഞിട്ട് ഒരു ബിസിനസ് തുടങ്ങണം, അതിനിപ്പോൾ മാറ്റി വെക്കാം. ആ രീതിയിൽ ഒരു പർപ്പസ് ഓറിയന്റഡ് ആയിട്ട് എപ്പോഴും മണി ഇൻവെസ്റ്റ് ചെയ്യുക. ഷമീറത്താക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയോ? നീ എങ്ങനെ ചെയ്യും? ഓക്കെ മനസ്സിലായി. നമ്മളപ്പോ മാറ്റി വെക്കണം അല്ലെ, ഒരു പർപ്പസ്ഫുൾ ആയിട്ട് കുറച്ച് പൈസ മാറ്റി വെക്കണം. ഓക്കെ, അത് ഞാൻ ചെയ്യാത്തൊരു കാര്യമാണ്. നമ്മളിങ്ങനെ ഓക്കെ താങ്ക് യു സോ മച്ച്. നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ആൻസർ ചെയ്യാം. ആരെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കൂടി ആൻസർ ചെയ്താൽ നമുക്ക് ബ്രൈൻ സാർ. യെസ്, ഈ റൂൾസ് ഒക്കെ അറിയാം, പക്ഷെ നമുക്ക് പൈസ ഇങ്ങനെ വരുന്നത് നമ്മള് ഓരോ മന്തിലും നമുക്ക് ആ ഒരു എല്ലാ മന്തിലും വേണ്ട കുറച്ച് എക്സ്പെൻസ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ എഴുതി വെക്കുന്നുണ്ട്. പക്ഷെ എമർജൻസി ഫണ്ട്, സേവിങ്സ് ഇതൊന്നും പോകുന്നില്ല. കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളാണ് നമ്മളൊക്കെ. ഓക്കെ ഫൈൻ. ലീഡർ ഇബ്രാഹിം സാറിന്റെ നിലവിലെ എക്സ്പെൻസുകളും ഇൻകം തമ്മിൽ ഒരുമിച്ചാണോ പോകുന്നത്, അതോ എക്സ്പെൻസ് കൂടുതൽ ഇൻകം കുറവ്, അങ്ങനെയാണോ? എങ്ങനെയാണ് അതിന്റെ സിനാരിയോ? ഒന്നും മനസ്സിലായില്ലോ. നിലവിലെ എക്സ്പെൻസ് കൂടുതലും ഇൻകം കുറവ്, അങ്ങനെയാണോ നിൽക്കുന്നത്? അല്ലല്ല, പിന്നെ ഇൻകം കൂടും കുറയും ചെയ്യുന്നുണ്ട്. നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഇതിലെല്ലാം പോകുന്നു. ഓക്കെ ഫൈൻ. നമുക്ക് എക്സ്പെൻസ് കൂടുതലാണ് ചെയ്യുന്നത്. ഓക്കെ, എക്സ്പെൻസ് നിലവിൽ കൂടുകയാണെങ്കിൽ അതിന് ഒറ്റ സീക്രട്ട് ഉള്ളൂ, ഇൻകം കൂട്ടുക. നത്തിങ്. എക്സ്പെൻസ് നമ്മൾക്ക് കുറക്കാൻ പറ്റുന്നില്ല, നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നമുക്ക് കോംപ്രമൈസ് ചെയ്യാം. യെസ്, പറഞ്ഞോളൂ. നമ്മള് ഇപ്പോ ഇൻകം കൂട്ടുന്നതിനനുസരിച്ച് നമ്മളെ അത് ലിവിങ്ങും അതിനനുസരിച്ച് കൂടി വരികയാണ്. അപ്പൊ ഞാനത് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും അതിന്റെ കൂടെ ഈ എക്സ്പെൻസും അത് ഇപ്പോ അതിന്റെ കൂടെ ഒന്നിച്ച് വന്നോണ്ടിരിക്കും. ഓക്കെ ഫൈൻ. അതിന് വേണ്ടത് വേറെ മേഖലയാണ്. നമ്മള് ഇപ്പോ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്, നമ്മളെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാർക്കാ, എന്നെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാൻ എനിക്കാണ് അല്ലേ. അപ്പൊ എനിക്ക് എന്നെ കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ പ്ലാൻ ചെയ്യാന്നുള്ളതാണ്. അവിടെ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ലീഡർ ഇബ്രാഹിം സാറിന് ഒരു ഇൻകം വന്നു, ഫസ്റ്റ് ചെയ്യുന്ന 3 ആക്ഷൻസ് എന്തൊക്കെയാണ്? ആദ്യം എക്സ്പെൻസ് കൊടുക്കുക. Then how you will invest? പക്ഷെ നമുക്ക് എന്ന് വെച്ചാൽ ആ ഒരു എക്സ്പെൻസ് നമ്മള് കമ്മിറ്റ്മെന്റ് ഉള്ളതാണ്. അപ്പൊ ഞാൻ വിചാരിക്കും അവരടുത്ത് നമ്മള് ഇന്ന ദിവസം തരാന്ന് കമ്മിറ്റ്മെന്റ് ചെയ്താണ് ഞാൻ. അതാദ്യം ഞാൻ. ഓക്കെ ഫൈൻ. ഇനിയിപ്പോ ഞാൻ ചോദിക്കാൻ, ലൈഫിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തണം, ഏറ്റവും ചെറിയ എമൗണ്ട് ഏതാ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം? ചെറിയ എമൗണ്ട് എന്ന് പറഞ്ഞാല് അല്ല, എനിക്കിപ്പോ 1 രൂപ ഇൻവെസ്റ്റ് ചെയ്താല്
എനിക്കത് ഓക്കെ എൻ്റെ ലൈഫിനെ ബാധിക്കൂല എന്ന് തോന്നുന്ന ഏറ്റവും ചെറിയ എമൗണ്ട്, അതെന്നെ ബാധിക്കൂല എന്ന് തോന്നുന്ന ഒരു എമൗണ്ട് എത്ര? ഒരു 100 രൂപക്ക് നമുക്ക് ഡെയിലി യൂസ്. സ്റ്റാർട്ട് വിത്ത് 100. മേക്ക് ഹാബിറ്റ്, ഡു കൺസിസ്റ്റൻസി. ഞാനിപ്പോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ, കൺഗ്രാറ്റ്സ്. ഫസ്റ്റ് അപ്പോ ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഇങ്ങനെ ചെറിയ രീതിയിൽ ഇപ്പോ പറഞ്ഞ പോലെ ഒരു 100 രൂപക്ക് റേറ്റിൽ പോകുന്നുണ്ട്. ഇനിയിപ്പോ എന്റെ അടുത്തൊരു ചലഞ്ച് ഒന്ന് സേവിങ്സും പിന്നെ എമർജൻസിയും. ഓക്കെ ഫൈൻ. ആ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ പോകുന്നുണ്ട്, പിന്നെ അടുത്ത ചലഞ്ച് സേവിങ്സും, പിന്നെ എന്തായിരുന്നു? എമർജൻസി. എമർജൻസി. ഓക്കെ, എമർജൻസി ഫണ്ട് അതൊരു ടോപ്പിക് തന്നെയാണ്. എമർജൻസി ഫണ്ട് ഇറ്റ്സ് വെരി മാൻഡറ്ററി. അപ്പൊ അതിനായിട്ട് അതൊരു ലോങ് ടൈം ജേണിയാണ്. ഇപ്പൊ എമർജൻസി ഫണ്ട് ഒക്കെ ഉണ്ടാക്കുക. നജമുദ്ദീൻ, യെസ്, അത് അടുത്തൊരു ടോപ്പിക്കായി പറയുന്നതായിരിക്കും ബെറ്റർ. എന്നാൽ അവർക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. ഓക്കെ ഓക്കെ ഫൈൻ ഫൈൻ ഫൈൻ. അല്ല, എന്താ എനിക്ക് വെച്ചാല് ഒരു ഫസ്റ്റ് എമർജൻസി സ്റ്റെപ്പ് ഫണ്ട്സ് കിട്ടിയത് നമുക്ക് എന്താ പറയാ, ഓരോരോ ഗോൾ ബേസ്ഡ് ആണ് നമ്മൾ എമർജൻസി ഫണ്ട് സെറ്റ് ചെയ്യുക. അപ്പൊ അത് അടുത്ത സെഷനിൽ കറക്റ്റ് പറഞ്ഞുതരാം. ഓക്കെ ഫൈൻ ഫൈൻ. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഫാസിൽ അങ്ങനെ പറഞ്ഞാൽ അതങ്ങനെ തന്നെയാണ്. ഓനാണ് ഫിനാൻസ് കൺസൾട്ടന്റ്. അടുത്ത സ്റ്റെപ്പ് എടുക്കേണ്ടത് പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ എന്ത് ചെയ്തോളാം, ആ സ്റ്റെപ്പിൽ പോയിക്കോളാം. അടുത്ത ടോപ്പിക് വരുമ്പോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ. ഇൻവെസ്റ്റ്മെന്റ് ഓക്കെ, അപ്പൊ നിലവില് ഇൻവെസ്റ്റ്മെന്റ് ഓക്കെ. ഞാൻ ഒരു കാര്യം പറയാം. അന്ന് ആ. സാർ എന്തായാലും പറഞ്ഞല്ലോ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ മതിയായിരുന്നു. നമുക്ക് എമർജൻസി ഫണ്ടിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എടുക്കേണ്ടത്, നമുക്ക് അടുത്തൊരു 6 മാസം കൊണ്ട് നമുക്ക് വരാൻ പോകുന്ന എക്സ്പെൻസുകൾ എന്തൊക്കെയാകാം അത് ആദ്യം നോട്ട് ചെയ്യാം. അതിനുവേണ്ടി ഇപ്പൊ ഒരു ഓൾറെഡി 100 രൂപ മാറ്റി വെച്ചതുപോലെ ഒരു എമൗണ്ട് അതിനുവേണ്ടി മാറ്റി വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ ഞാനൊരു സാലറീഡ് പേഴ്സൺ അല്ല, എനിക്ക് എന്നും ഇൻകം വരുന്ന ആളാണ്. 30 ഡേയ്സ് ഉണ്ടെങ്കിൽ 30 ഡേയ്സും ഇൻകം വരുന്ന ആളാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് എമർജൻസി ആയിട്ട് വരുന്ന ഹോസ്പിറ്റൽ കേസിന് വേണ്ടി ഒരു എമൗണ്ട്, അതുപോലെ തന്നെ എന്തായാലും നമുക്ക് അറിയാലോ അടുത്തൊരു എന്തെങ്കിലും കമ്മിറ്റ്മെന്റ്, ഒരു 6 മാസത്തിനുള്ളിൽ വരുന്ന കമ്മിറ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ എമർജൻസി ഫണ്ട് കാറ്റഗറിയിലേക്ക് മാറ്റണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറെ സ്ട്രെസ് ഫ്രീ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ നടക്കും. ഓക്കെ, കുറച്ചൊക്കെ എന്തായാലും ക്ലാരിറ്റി കിട്ടി. അപ്പൊ അത് വെച്ചിട്ട് ബാക്കിയൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ ഫൈൻ. ഈ എന്തായാലും എമർജൻസി നല്ല ഫണ്ട്, യെസ്, ആ ഒരു ടോപ്പിക് ആണെങ്കിൽ അത് വലിയൊരു ടോപ്പിക്കാണ്. അത് ഇങ്ങനെ ഒരു 5 മിനിറ്റ്സ് കൊണ്ട് പറഞ്ഞാൽ നമുക്ക് അവിടെ ഇവിടെയും തട്ടാത്ത പോലെ, എനിക്കും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല, നിങ്ങൾക്കും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അത് അടുത്ത സെഷനിൽ എന്തായാലും ഇബ്രാഹിം സാർ അങ്ങനെ ഒരു ടോപ്പിക് ഇട്ട സ്ഥിതിക്ക് അടുത്ത സെഷന് ഫാസിൽ തന്നെ എമർജൻസി ഫണ്ടിനെ കുറിച്ച് എടുക്കും. അപ്പൊ ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോവാം. നമുക്ക് എനിക്ക് തോന്നുന്നു എല്ലാവരുടെ സമയമായിട്ടുണ്ട്. ഒരു 3 മിനിറ്റ്സ് നമ്മൾ കൂടി പോയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷന് വളരെയധികം സന്തോഷം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടുന്ന് കിട്ടിയ 3 കാര്യങ്ങൾ ഗ്രൂപ്പിൽ പറയാം. ഇവിടെ ഒന്നും കിട്ടാതെ ആരും പോകരുത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടാവണം. അപ്പൊ ആ കിട്ടിയ 3 കാര്യങ്ങൾ ഗ്രൂപ്പിൽ വോയിസ് ആയിട്ടോ മെസ്സേജ് ആയിട്ടോ എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് അതൊരു ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് സെഷൻ നമ്മൾ ഫിനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റിനെ കുറിച്ചിട്ട് നമ്മൾ എടുക്കും. അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പം എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുക. നമ്മളൊരു പുതിയ ജേണിക്ക് ഇവിടെ തുടക്കം കുറിച്ചിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഹൃദയത്തിൽ നിന്നുള്ള ആ ഒരു അംഗീകാരവും ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളോടുള്ള ഒരു നന്ദിയും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡും അറിയിക്കുകയാണ്. എന്താണോ ഇവിടെ നടക്കേണ്ട മാജിക്ക് നടക്കട്ടെ, അത്രേ ഉള്ളൂ അതില്. അപ്പൊ ആ മാജിക്കിന് വേണ്ടി എല്ലാവരും തുറന്നിരിക്കുക. അതാണ് തുറന്നിരിക്കുന്നതുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഞാൻ പല ആളുകളുടെ മുന്നിൽ എൻ്റെ ഹൃദയം തുറന്നു വെച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്നത്. അപ്പം ആ രീതിയിൽ നിങ്ങളും തുറന്നിരിക്കാൻ പറ്റട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഗ്രേറ്റ് പാർട്ടിസിപ്പേഷൻ. ഞാൻ ഇത്ര അധികം ആളുകൾ ഉണ്ടാവും പേഴ്സണലി ഞാൻ വിശ്വസിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളൊരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പോലും ഒരുപാട് ആളുകളെത്തി. നിങ്ങളുടെ വിശ്വാസത്തിന് എത്ര തിരിച്ചു തന്നാൽ മതിയാവും എന്നുള്ള ചിന്തയിലാണ് ഞാൻ. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ സ്നേഹത്തിന് ഒരുപാട് നന്ദി.
ഈ സ്നേഹം ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ. ആ എനർജി നിങ്ങളിൽ എല്ലാവരെയും റിഫ്ലക്റ്റ് ചെയ്യട്ടെ. ജീവിതത്തിൽ വലിയൊരു മുന്നേറ്റത്തിന് ഇത് തുടക്കമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങളുടെ എല്ലാവരുടെയും ഫീഡ്ബാക്ക് നമ്മൾ ഗ്രൂപ്പിൽ അറിയിക്കണം. ഓക്കെ, താങ്ക് യു, ബൈ. Thank you so much. താങ്ക് യു, താങ്ക് യു താങ്ക് യു, താങ്ക് യു. താങ്ക് യു.